അങ്ങനെ ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അമേരിക്ക ഒന്നുകൂടി ഒരു രാജ്യത്തെ പോയി ആക്രമിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലും ഒക്കെ ജനാധിപത്യം സ്ഥാപിച്ച് അവിടെ ഇപ്പോൾ ജനാധിപത്യം പൂത്തുലയുന്നത് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി വെനസ്വേലയിലും കൂടെ ജനാധിപത്യം നമ്മൾ കാണുന്നതായിരിക്കും. ഈ സംഭവം നടക്കുമ്പോൾ സോഷ്യൽ മീഡിയ വരുന്ന പുതിയൊരു പ്രതിഭാസമാണ് അവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷമാണ്, അവിടുത്തെ ജനങ്ങൾ ആഹ്ലാദിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോ കണ്ടോ, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടോ എന്നൊക്കെ പറഞ്ഞുണ്ട്. പണ്ടൊക്കെ നമ്മുടെ വാട്സാപ്പിൽ ചില കേശവമാമന്മാരുണ്ടായിരുന്നു, ഫ്രൂട്ടി ലൈറ്റ്സ് ഉണ്ട്, കോസ്മിക് രശ്മികൾ വന്ന് നമ്മുടെ ഫോൺ അടിച്ചു പോകും. അപ്പം അങ്ങനെയുള്ള അമ്മാവന്മാരുടെ ഇപ്പോൾ അടുത്ത ജനറേഷൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ്. അവർ ഈ രാഷ്ട്രീയം പഠിക്കുന്നതും ഈ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോകളും ഇതും കണ്ടിട്ടാണ്. ഈ വെനസ്വേലയിൽ തന്നെ 2-3 മാസം മുമ്പ് തന്നെ ഒരു സർവേ നടന്നിരുന്നു. 95% വെനസ്വേലിയൻസും അമേരിക്കൻ ഇൻ്റർവെൻഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതാണ് ഡേറ്റ. അപ്പോൾ അവിടെ ഇവിടെ നടക്കുന്ന സെലിബ്രേഷൻ വീഡിയോസ് ഷെയർ ചെയ്തിട്ടാണ് ഇവർ ഈ വെനസ്വേലയിലെ മൊത്തം ആളുകൾ ഇങ്ങനെയാണെന്നൊക്കെ ഇവർ പറയുന്നത്, തള്ളിവിടുന്നത്. വെനസ്വേലയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇമിഗ്രേറ്റ് ചെയ്ത് വെളിയിൽ പോയിട്ടുണ്ട്. ഇമിഗ്രേറ്റ് ചെയ്ത് വെളിയിൽ പോയിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ഈ US ഇൻ്റർവെൻഷനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വെനസ്വേലിയൻസ് ആഘോഷിക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ നിങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇത്തരം ഇമിഗ്രൻസ് ആണ്. മാത്രമല്ല ഇത്തരം ഇൻ്റർവെൻഷൻസ് നടക്കുമ്പോൾ ഏതൊരു സമൂഹത്തിലും ആ സമൂഹത്തിലുള്ള അപ്പർ ക്ലാസ് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എപ്പോഴും താല്പര്യം അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റിനെ രക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് നിയമങ്ങൾ കൊണ്ടുവരുന്ന ആരാണ് എന്നതായിരിക്കും അവരുടെ താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ളവർ എപ്പോഴും ഈ ഇൻ്റർവെൻഷനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഭൂപരിഷ്കരണം നടക്കുമ്പോൾ കേരളത്തിൽ ജന്മി വിഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു. അയ്യോ, ഞങ്ങളുടെ ഭൂമിയെല്ലാം തട്ടിപ്പറിക്കുന്നേ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഫ്രീഡം ഇല്ല, ഇത് ജനാധിപത്യമല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്ന ആളുകൾ അന്നുണ്ടായിരുന്നു. അന്ന് ഈ കോൺഗ്രസ് സർക്കാർ നമ്മുടെ കേരളത്തിലെ ഈ ഭൂപരിഷ്കരണം നടത്താൻ പോകുന്ന സർക്കാരിനെ പിരിച്ചുവിടുമ്പോൾ ആഹ്ലാദിച്ചവർ കുറേ പേരുണ്ടായിരുന്നു. ഈ ആഹ്ലാദിക്കുന്നു എന്ന് പറയുന്നത് ഇത്തരം ആളുകളാണ്. ഇവരെ കാണിച്ചിട്ടാണ് വെനസ്വേല ആഹ്ലാദിക്കുന്നു, വെനസ്വേലയിൽ അങ്ങ് ആഹ്ലാദമാണെന്ന് പറഞ്ഞിട്ട് ഇവർ തള്ളിമറിക്കുന്നത്. ഇതിലെ ഏറ്റവും കോമഡി ഇതൊന്നുമല്ല. വെനസ്വേലയിൽ ജനാധിപത്യമില്ല, വെനസ്വേലയിൽ ഡ്രഗ്സിൻ്റെ ഭയങ്കര പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഭരണാധികാരിയെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ട്രംപ് നടത്തുന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ ട്രംപ് പറയുന്നത് ഞങ്ങൾ വെനസ്വേലയിലെ ഓയിൽ ഇൻഡസ്ട്രി എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യും എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറേ അടിമകളായിട്ട് നിന്ന് ഈ ജനാധിപത്യത്തിന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്ന കുറേ മണ്ടന്മാർ കാണാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രംപിന് വേണ്ടത് ജനാധിപത്യമോ ഡ്രഗ്സോ അതൊന്നും അല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ഓയിലാണ്. ഈ ട്രംപ് ഒരു മണ്ടനായതുകൊണ്ട് അവൻ ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയും. അവൻ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഇൻട്രസ്റ്റ് ഓയിൽ റീസ്ട്രക്ചറിങ് ആണ്. എന്നാൽ ഇവിടെയുള്ള കുറേ നിഷ്കുകൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല എന്നതാണ് ഇവിടുത്തെ തമാശ. വെനസ്വേലയിൽ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്, തീർച്ചയായും വെനസ്വേലയിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഒരു ഇമ്പീരിയലിസ്റ്റ് നേഷൻ വന്നിട്ട് അവിടുത്തെ റിസോഴ്സസ് അടിച്ചു മാറ്റാൻ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്നതല്ല.